And we are live now. അപ്പം ഇന്ന് ഇവിടെ ഇപ്പം ഈവനിങ് 6 o'clock ആയി. USA-ലാണ് ഞാനുള്ളത്. എൻ്റെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മേഘയുണ്ട്. മേഘ കാനഡയിൽ നിന്നാണ്. അനൂപ് USA തന്നെയാണ്. ആൻഡ് സന്ധ്യ ഫ്രം ന്യൂസിലാൻഡ്. ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് ഫ്രം USA. പിന്നെ നിങ്ങളൊക്കെ ഏതൊക്കെ രാജ്യത്താന്ന് വെച്ചാൽ അവിടുത്തെ അതാത് ഗ്രീറ്റിംഗ്സ് എടുത്തോളൂ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിജിറ്റൽ ബിസിനസ്സിനെ പറ്റി ഞങ്ങൾക്കൊക്കെ വരുന്ന ക്ലയൻസ് ഞങ്ങളോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് ഒന്ന് ആൻസർ ചെയ്യാം എന്നോർത്ത്. അപ്പം കുറച്ച് പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാത്ത കുറച്ച് പേർക്കും അതേ ഡൗട്ട് കാണും എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ അങ്ങനെ ഒരു ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം കൂടുതൽ ഞാൻ പറയുന്നതിന് മുമ്പ് എല്ലാവരെയും അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ബിന്ദു. ഞാൻ ആസ് ഐ സെഡ് ഐ എം ഇൻ USA, ഫിലഡൽഫിയ, പെൻസിൽവേനിയ. ഞാനിവിടെ ഒരു നഴ്സ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അതോടൊപ്പം പെൻസിൽവേനിയയിൽ റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് ഉള്ള ഒരു റിയൽറ്ററാണ്. അതോടൊപ്പമാണ് ഞാൻ ഈ ഡിജിറ്റൽ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ബിഫോർ ഐ മൂവ് ഓൺ ടു അതേഴ്സ് ആൻഡ് ആസ്കിങ് ദം ക്വസ്റ്റ്യൻസ്, ഐ ജസ്റ്റ് വാണ്ട് ടു സേ ഈ ബിസിനസ് എന്താണ്. കാര്യം എപ്പോഴും ഞാൻ അതൊന്നും അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഒത്തിരി പേര് പറയുന്നുണ്ട് നിങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയും, പക്ഷെ ഈ ബിസിനസ് എന്തുവാണെന്ന് ഞങ്ങൾക്ക് ഒരു പിടി കിട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പൊ ഞാൻ ആ ബിസിനസ് എന്തുവാണെന്നൊന്ന് പറഞ്ഞിട്ട് ക്വിക്ലി ഐ വിൽ കം ടു യു ഗൈസ്. സോ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങളെല്ലാം സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പം വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ കൂടാണ് നമ്മൾ ഏൺ ചെയ്യുന്നത്. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വലിയ വലിയ കമ്പനികൾ അവരുടെ പ്രോഡക്ട്സ് നമ്മളിലൂടെ വിറ്റ് പോകുമ്പോൾ, അതായത് നമ്മൾ അവരുടെ സെയിൽ പ്രോഡക്റ്റിന്റെ സെയിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ തരുന്നു. ഇതൊരു ആമസോൺ, കോസ്കോ ഒക്കെ പോലുള്ള വലിയ വലിയ കമ്പനികൾ ഒക്കെ ഉള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി തന്നെയാണ്. നമ്മൾ 50+ ഇയർ ഉള്ള കമ്പനീസും ഒക്കെ ആയിട്ട് നമ്മളുടെ പ്ലാറ്റ്ഫോമിന് അഫിലിയേഷൻ ഉണ്ട്. അവരുടെ പ്രോഡക്റ്റ് നമ്മളുടെ വെബ്സൈറ്റിലൂടെ വിറ്റ് പോകുമ്പോഴാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. ഈ ആമസോണും കോസ്കോയും നിന്നൊക്കെ നമ്മളെ വേറിട്ട് നിർത്തുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അതിന് നമുക്ക് എല്ലാ ട്രെയിനിങ്ങും കിട്ടും എന്നുള്ളതാണ്. നമുക്ക് പിന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കാനാകട്ടെ, നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനാകട്ടെ, എല്ലാത്തിനുമുള്ള ട്രെയിനിങ്ങും കിട്ടും. സോ ഐ ഹോപ്പ് ഐ എം ക്ലിയർ അബൌട്ട് വാട്ട് ദ ബിസിനസ് ഈസ് അബൌട്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മൾ സമയം ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനൊരു ആൻസർ പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്നത് സന്ധ്യയോടാണേ. സന്ധ്യ, ന്യൂസിലാൻഡിൽ എവിടെ രാത്രിയായെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? 10 മണിയാ? ഇല്ലയോ? 10 മണി രാവിലെ. 10 മണി രാവിലെ? കൺഫ്യൂഷൻ ആയി. ഓക്കെ, രാവിലെ 10 മണി. അപ്പം ഞാൻ എനിവേ സന്ധ്യയോട് ചോദിക്കുന്നത്, ഈ ബിസിനസ് പലരും ചെയ്യും അല്ലെ? അപ്പം ഇതിപ്പോ ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ക്വാളിറ്റീസ് വേണോ? അതായത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒത്തിരി നേഴ്സസിനെയാണ് കാണുന്നത്. ഇത് നേഴ്സസിന് മാത്രമേ ചെയ്യാൻ പറ്റുമോ? എങ്ങനത്തെ ക്വാളിറ്റീസ് ആണ് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയതെന്ന് സന്ധ്യയ്ക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. ആദ്യം ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. എൻ്റെ പേരാണ് സന്ധ്യ ശ്രീജിത്ത്. ഞാൻ ന്യൂസിലാൻഡിൽ കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഇവിടെ ഉള്ളത്. എനിക്ക് 2 ആൺമക്കളുണ്ട്. ഞാൻ നഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ്. ഓൾവേസ് വർക്ക് ഇൻ എമർജൻസി ആൻഡ് ഐ ലവ് മൈ ജോബ്. പിന്നെ പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ചെയ്യുന്നുണ്ട്. സോ പ്രത്യേകിച്ച് ക്വാളിറ്റീസ് വേണമെന്ന് പറഞ്ഞാൽ ചില ക്വാളിറ്റീസ് ഉണ്ട്. നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ആ ചില ക്വാളിറ്റീസ് നമ്മൾ ചെയ്തേ പറ്റൂ. അതിൽ നമുക്കിപ്പം വേറെ പ്രയർ ജോബ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും മാർക്കറ്റിങ്ങിൽ അതൊന്നും ഇല്ലെങ്കിലും നോ പ്രോബ്ലം. കാരണം നമുക്ക് ഈവൻ ലാംഗ്വേജസിൽ ഇപ്പം കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ. മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽസിന് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സലന്റ് സൈഡ് ഹസലാണ് ഇത്.
ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ അതായിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം പിള്ളേരുള്ളത് കൊണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മീൻസ് ഫാക്ടർ ദാറ്റ് യു ഹാവ് ടു ജഗൽ. പിന്നെ നമുക്ക് ടൈം മാനേജ്മെന്റിന്റെ കൂടെ ചുമ്മാ ചെയ്താൽ പോരാ, വി ഹാവ് ടു ഡു പ്ലാനിങ്. നമ്മൾ പ്ലാനിങ് ചെയ്തില്ലേ നമ്മൾ ഇതായിപ്പോവും, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഈ ബിസിനസ്സിൽ 1-2 മണിക്കൂർ പെർ ഡേ കൊടുത്താൽ മതി എന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ തന്നെ ഇരുന്നിട്ട് 2 മണിക്കൂർ ഡെസ്കിന് മുമ്പിൽ ഇരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന കാര്യമാണ് ഫോൺ. ഓക്കെ, ചെക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും മെസ്സേജ് ചെയ്തോ, വി ക്യാൻ യൂസ് ദാറ്റ് ടൈം, പോക്കറ്റ് ഓഫ് ടൈം 15 മിനിറ്റ്സ് അവിടെ ചെയ്തു. പിന്നെ പിള്ളേരെ കൊണ്ട് വിട്ടു, വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചോർ സ്റ്റാർട്ട് ആക്കുന്നതിന് മുമ്പ് കുറച്ചൊരു അരമണിക്കൂർ ചെയ്തു. പിന്നെ 1 മണിക്കൂർ ഹാഫ് ആൻ അവർ dedicatedly in front of the computer thinking, because lot of imagination, lot of brain work also goes in there. So mostly നമ്മുടെ job runs on automation, so thankfully we have to do the heavy lifting is done for us. പിന്നെ മൈൻഡ് സെറ്റ് എന്ന് പറയും, നമ്മൾ പറയുന്ന 90% നമ്മുടെ മൈൻഡ് സെറ്റ് ആണെന്നാണ്. അപ്പം എല്ലാവരും നമ്മൾ എപ്പോഴും ഇങ്ങനെ എലിവേറ്റഡ് ആയി ഇരിക്കുന്നില്ല. നമ്മൾ വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്, വി ഗോ ടു ത്രൂ അപ്സ് ആൻഡ് ഡൗൺസ്, വി ഹാവ് ഗുഡ് ഡേയ്സ്, വി ഹാവ് ബാഡ് ഡേയ്സ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയാൻ എനിക്കൊരു 1-2-3 അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് ഉണ്ട്. അതിലൊരാളാണ് ബിന്ദു ചേച്ചി. എപ്പോഴും വിളിച്ചിട്ട് ഞാൻ പറയും, ചെയ്യൂ ചേച്ചി എനിക്ക് ഇങ്ങനെ തോന്നുവാ, ഞാൻ ഡൗൺ ആണിത്. അപ്പം നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ്. മൈൻഡ് സെറ്റിന് നമുക്ക് എന്ത് വേണേലും ചെയ്യാം. ചില ആൾക്കാർ ജിമ്മിൽ പോവും, ചിലർ യോഗ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു, വാട്ട് യു വാണ്ട് ടു ഡു. പിന്നെ the very most important is we have to be plugged into the system. Plugged into the system means what? We have mentors, we have big leaders in our community. നമുക്ക് ഓൾറെഡി സെറ്റപ്പ് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് ഉണ്ട്, നമുക്ക് ഓൾറെഡി ഒരു പാത്വേ ഉണ്ട്. ആ സെയിം പാത്വേ ഈസ് ഗിവൻ ടു ദ millionaires and given to normal people like us also who begin as beginners. So it's easy for us to follow their path. Of course you have your own individuality, you have your own strengths. പിന്നെ നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യുക, what works for us, what doesn't work for us. But mainly we do have like a system where like we have our weekly zooms, monthly zooms, which are like powerful for our mind, and like day to day basis it helps us with our business. So it's very important to keep in touch with your mentor, and when you are a mentor, to keep in touch with your mentee, because we are all on the same page. Then one thing is content creation, because we do attraction marketing. So we have to be intentional, we have to be real in this world where scammers easily നമുക്ക് സ്കാം ചെയ്യാൻ ഈസിയാണ്. ആർക്കെങ്കിലും സ്കാം ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്. നമ്മുടെ വെബ്സൈറ്റ് പോലും നോക്കുമ്പം ഓൾദോ ദേ നോ അത് ക്ലിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ദേ ആർ ലൈക്ക്, വേർ ആം ഐ ക്ലിക്കിംഗ്, ഇറ്റ്സ് ടേക്കിംഗ് മീ ടു ലൈക്ക് ദ പേജ് വേർ ദേ ആർ always skeptical and scared about. So our contents put us out there. What I am, like I am a nurse, I have 2 boys. We build that trust through social media, because we do mainly social media marketing. So when we build that trust, even people who don't know us, they connect to us. I am a nurse, I am a boy mom, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ on day to day basis ഞങ്ങൾ ഇടുമ്പം അവർ റിലേറ്റ് ചെയ്യും. And that's how there's a huge part of us as well. So mainly these are the little things that we need to do, is like time management, being organized, work on our mindset on daily basis, be intentional, because this is a people's business. We are helping others and we are helping ourselves too. And plug into the system and do intentional content. That's our bread and butter in this business. That's all, Chechi. You can add if anything else is needed. Sure, you actually covered it all. You covered everything what you need for to do this business എന്നുള്ളതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സാധാരണ വലിയ ടെക്സാവി അല്ലാത്തവരും, അതായത് നമ്മൾ നഴ്സസിനെ പോലുള്ളവരും, നമുക്കറിയാം, നമുക്ക് ഒരു EMR അതൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അതർ ദാൻ ദാറ്റ് വി ഡോണ്ട് നോ ടു മച്ച്, വി ആർ നോട്ട് ടെക്സാവി. പക്ഷെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് വരെ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ബിസിനസ്സാണിത്.
സന്ധ്യ പറഞ്ഞ അത് ഈ ക്വാളിറ്റീസ് എല്ലാം തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് കൊണ്ടുപോകാനായിട്ട്. സോ താങ്ക് യു സന്ധ്യ. പിന്നെ പറഞ്ഞ പോലെ സ്കാം ഒക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്കെപ്റ്റിക്കൽ ആകുന്നതിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദാറ്റ്സ് വൈ വി ആർ ഔട്ട് ഹിയർ. ഓരോ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലല്ലേ നമ്മൾ ഇവിടെ ഇത്രയും നാളായിട്ട് ജീവിക്കുന്നവർ ഇത്രയും കോൺഫിഡൻസോടെ ഫേസ് കാണിച്ച് മുമ്പിൽ വന്ന് ഇത് പറയണമെങ്കിൽ ഇതിന്റെ ഒരു ലീഗൽ വശം അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്താ ഒരു പറയുന്നത് ഒരു സ്കാം അല്ലെന്ന് മനസ്സിലാക്കാം. മനസ്സിലാ പറഞ്ഞ അത്രയും ആൾക്കാർ ചിന്തിച്ചാൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എത്രയും നമ്മൾ ഇത്രയും ഇത് ചെയ്യുന്നത്. So that actually leads me to the next question for Anoop. So എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എല്ലാം ഫേസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നു. അപ്പൊ എനിക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ ഫേസ് ഇങ്ങനെ കാണിച്ചാലേ ചെയ്യാൻ പറ്റുമോ? ഡു ഐ നീഡ് ടു ബി ഓൾവേസ് ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും അനൂപ്. അപ്പം വാട്ട് ഈസ് യുവർ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ? Hello, Bindu. Thank you for giving me this platform to share with you. And I'm happy that I'm here, part of this online digital business, right? It always makes me feel proud that I am the part of this. And I always regret why I did not do this earlier. Come back, right? Because even starting this recently still gives me a lot of peace of mind, a lot of adjustments in my life which I had to do. Now I don't have to do it because now the adjustment factors have reduced, so I can live my own way, right? I'm still doing my job, what I'm doing right now, because I love it. So to introduce myself, I am Anoop. I'm an engineer. I live in New York. I am happily married with my wife, and I have 2 kids, 2 boys. So to respond to your question about do I need to be active on this social media, right? What I think about this question is, I have been getting this question a lot when I have been talking to people, and what people always ask is, oh, I cannot do this because on social media, if people see my face, what would they think about me, right? But anything that you do see in this world, not just today, from our ancestors' time, everything has to be displayed in front of somebody to understand what that material is, right? Only when it comes to online marketing or online digital marketing, people has that skepticism that, oh my God, this is spam or this is scam, stuff like that. But when Amazon is showing something, oh my God, this is true, right? Because now everybody feels that's legit. But we have to showcase what we are doing. And the main difference between what we showcase compared to other business is we are not showing or showcasing a product. We are not showing that, hey, this is a pen, this is blue in color, it can be refilled, or it works for 3 months or 6 months. No, we are not doing that. That's why it's called attraction marketing. So on social media, it is very good to showcase the thing that, hey, I'm here and this is what I'm doing. And all I'm doing is I got good life after joining this. Would you also like to be part of this? That's all I'm showcasing. There is nothing else I'm showcasing, right? And just like I said, if I was taking this opportunity years back, I would have had much more peaceful life. So why don't you also try to get into it and get a peaceful life? That's what I'm showcasing. I'm not selling a product through the social media, right? But if you still think, oh, I'm not a social media person and I want to stay away
from these platforms, which you should not do it, because when you try to do it, I think you learn more self-confidence, more. I mean, my wife and I, we were never on the social platform, right? And now my wife is like, I feel more confident. I like talking to people, and I feel lively. All that kind of things happen because of the social media platform that we learned. It is an organized step-by-step procedure which is taught for younger generation to older generation. In everybody gets the same information, and everybody gets the help from the mentor and the coach and all of us in the team, right? So it is not a big deal, but I think it is the first step that you need to take to show your face. Once you come and showcase yourself one time, then you get that confidence. That's what I believe. But still, if you cannot do that, you still have faceless marketing. Yeah. Talk to the people. Previous days, people used to go knock at the doors and sell away their products, but they were selling their products. But we are not selling products. When we do faceless marketing, we do attraction marketing. Again, there are so many ways to be showcased, even going through the social media or without the social media. So I think that's what it really changed my life to be on this platform. Not just I also thought about it like I will go faceless marketing when I joined it, right? But then one time when I did it, then I'm like, come Yeah. on, this is cool. I'm talking to so many people. I'm having so many friends now. Like not just in US, not just in New York. I'm having people. See, I have Sandhya from New Zealand. I have Megha from Canada, right? Bindu from another part of US. So many people, right? So this is all. I mean, what I feel more is like it's a friendly family community where people are here to uplift every single person here Mhm. and get a better life. So I would say, don't just hide your face. Just come out and live your life. Thank Yeah. you. Yeah, താങ്ക് യു അനു, താങ്ക് യു. അതാണ് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് വലിയ കാര്യം, അല്ലേ? ആ Right. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമ്മുടെ അഗെയിൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ട്രെയിനിങ് എല്ലാ കോൺവെർസേഷനിലും അതാണ് പറയണ. കാരണം എന്ന് പറഞ്ഞാൽ ബിക്കോസ് അത്രയ്ക്കാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്. പിന്നെ അനൂപ് പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ സോഷ്യൽ മീഡിയ ലിവറേജ് ചെയ്താൽ യു ക്യാൻ ഹാവ് എ ഗ്ലോബൽ ക്ലയൻറ്റ്, റൈറ്റ്? നമുക്ക് ഗ്ലോബൽ റീച്ച് കിട്ടും ക്ലയന്റിന്. നമ്മൾ അല്ലാതെ ചെയ്യാമോ എന്ന് വെച്ചാൽ അല്ലാതെയും ബിസിനസ് ചെയ്യാൻ പറ്റും. യു കുഡ് ഡു ഇറ്റ്. ഫേസ്ലെസ് മാർക്കറ്റിംഗ് ഉണ്ട്, വാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ കൂടുതൽ ഗ്ലോബൽ റീച്ച് കിട്ടാൻ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് നമ്മൾ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് അനൂർ, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് ആൻഡ് I'm sure that everybody heard you, understood the importance of being on social media, and also understand that social media ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഫാക്ട് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. And Megha, to you, the important question is always what? Money, right? That's what everybody wants to know. Okay, can I make money fast in this business? How fast can I start earning? ഞാനൊരു മാസം എത്രയും ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഐ എം ഷുവർ അഗെയിൻ അതൊക്കെ പിന്നെ അതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം. നമ്മളൊരു കാര്യത്തിന് മെനക്കെടുവാണെങ്കിൽ വി നീഡ് ടു ഹാവ് അതിനുള്ള ഒരു പ്രയോജനം വേണം, അല്ലേ? അപ്പം അതൊരു വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഐ എം ഗോയിങ് ടു ഗിവ് ദ ടാസ്ക് ടു യു, മേഘ. ഓക്കെ, താങ്ക് യു ബിന്ദു. സോ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മേഘ. ഞാൻ കാനഡയിൽ ഒരു RN-ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ഡിജിറ്റൽ ബിസിനസ് റൺ ചെയ്യുന്നു. ഞാനിവിടെ സെറ്റിൽഡ് ആയിട്ട് 12 വർഷമായി. ഹസ്ബൻഡും 3 കുട്ടികളുമുണ്ട്. 3 ആൺകുഞ്ഞുങ്ങളാണ് എനിക്ക്. മൂത്തയാൾക്ക് 16 വയസ്സായി, രണ്ടാമത്തെ ആള് 10, ഇളയാള് ഇന്ന് 8 വയസ്സായി. ഓക്കെ, സോ ബിന്ദുവിന്റെ താങ്ക് യു പറഞ്ഞേക്കാം. ഓക്കെ, സോ ബിന്ദുവിന്റെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ ശരിയാണ്, എല്ലാവർക്കും ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്രത്തോളം നമ്മൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരിക്കലും ഒരു ക്വിക്ക് ടു റിച്ച് സ്കീം അല്ല.
നമ്മൾ ഈ ബിസിനസ്സിൽ പ്ലഗ് ഇൻ ചെയ്തു എന്ന് വിചാരിച്ചാൽ, അതായത് ലോട്ടറി എടുക്കുന്ന പോലെയല്ല. നമ്മളിപ്പോൾ വരുന്ന ഒരു ലോട്ടറി എടുത്ത് വിൻ ചെയ്തു, നമുക്ക് കുറെ പൈസ കിട്ടും. പക്ഷെ ഇത് ബിസിനസ്സിൽ നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം മുതൽ നമുക്ക് പൈസ കിട്ടി തുടങ്ങത്തില്ല. നമുക്ക് ട്രെയിനിങ് ഉണ്ട്. അത് നമ്മൾ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. ചിലർ 1 month എടുക്കും, ചിലർ 1.5 month എടുക്കും, ചിലർ 2 week കൊണ്ട് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഫിനിഷ് ചെയ്യും. ആ സെറ്റപ്പ് പീരീഡിൽ നമ്മൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ സമയത്ത് നമ്മുടെ ട്രെയിനിങ്ങും കാര്യങ്ങളുമാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ ടീമിൽ ആ ട്രെയിനിങ് പീരീഡിൽ മണി ഏൺ ചെയ്ത കുറേ പേരുണ്ട്. കാരണം നമുക്ക് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ വഴിയെല്ലാം മണി ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ 1.5 month കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബിസിനസ് വോളിയം അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു, അതുപോലെ നമ്മൾ നമ്മുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഫിനിഷ് ചെയ്യുന്നു, അതുപോലെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തോടെ ഇപ്പൊ പലരും ഇവിടെ പറഞ്ഞു എത്രത്തോളം നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പ്ലഗ് ഇൻ ചെയ്തിരിക്കണം. അതായത് നമുക്ക് വീക്ക്ലി സൂം സെഷൻസ് ഉണ്ട്, മാസ്റ്റർ മൈൻഡ്സ് ഉണ്ട്, അതുപോലെ നമ്മൾക്ക് എല്ലാ മന്തിലും നമ്മൾക്ക് ഒരു, അതായത് ടോപ്പ് ലീഡേഴ്സ് ഫ്രം ദ കമ്മ്യൂണിറ്റി എന്ന് വന്നിട്ട് നമ്മൾക്ക് കുറെ സെഷൻസ് എടുത്തു തരുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഇപ്പൊ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു സമയത്തിരുന്ന് അതൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സമയം, നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ നമ്മുടെ കംഫർട്ട് ടൈമിൽ ഇരുന്ന് നമ്മൾക്കത് കേട്ട് അതിൽ ഇൻസൈറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കി അതെല്ലാം അപ്ലൈ ചെയ്ത് നമ്മൾ മാർക്കറ്റിങ്ങിൽ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾക്ക് ഈസി ആയിട്ട് ഇതിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഇത് പിന്നെ സ്കെയിലബിൾ ആണ്. നമ്മൾക്ക് തന്നെ തീരുമാനിക്കാം നമ്മൾക്ക് എത്രത്തോളം ഇൻകം ഒരു മാസം ഉണ്ടാക്കണം എന്ന്. നമ്മള് എത്രത്തോളം അതിലെ ഇറങ്ങിത്തിരിക്കുന്നു അതനുസരിച്ച്. ഇതിനകത്ത് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഫുൾ ടൈം ജോലി ഇല്ലാതെ, അതായത് ജോലി ഉപേക്ഷിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകൾ. കാരണം അവർക്ക് അതിന് മാത്രം ഏണിങ്സ് ഉണ്ട്. ഇപ്പൊ നമ്മള് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാം ഇത്ര ഏണിങ്സ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ എന്നോട് തന്നെ പലരും ചോദിച്ചു ഇതൊക്കെ സത്യമാണോ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിയുമ്പോഴാണ് അതിന്റെ കമ്മീഷൻ പ്ലാൻ എന്താണെന്ന് മനസ്സിലാവുമ്പോഴാണ് ഇതിൽ ഇത്രത്തോളം ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാകുന്നത്. അതാണ് ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ബിന്ദുവിന് ആഡ് ചെയ്യാം. ഐ തിങ്ക് ദാറ്റ്സ് ഐ കവേർഡ് ലൈക്ക് ഓൾമോസ്റ്റ്. Yeah, you did, definitely you did. And അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതായത് നമ്മുടെ ബിസിനസ് വോളിയം അനുസരിച്ചാണ്. ഏത് ബിസിനസ്സിനും ഇപ്പൊ 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ടൈപ്പ് കട ഇട്ടാലും 2 പേരുടെ ബിസിനസ് ഒരുപോലെ ആയിരിക്കത്തില്ല. ദാറ്റ്സ് എ ബോട്ടം ലൈൻ, റൈറ്റ്? ഇപ്പൊ നമ്മൾ ഏത് ബിസിനസ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു, ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും നമ്മുടെ ബിസിനസ് വോളിയം അനുസരിച്ചിരിക്കും നമ്മുടെ ഇൻകം. അപ്പൊ അതാണ്. അപ്പം താങ്ക് യു മേഘ, യു എക്സ്പ്ലെയിൻഡ് ഇറ്റ് റിയലി വെൽ. സോ നമ്മളെ ആക്ച്വലി 22 minutes ആയി. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സോ ഇത്രയും കണ്ട് ഇപ്പൊ ഒന്നി റീപ്ലൈ കാണുന്നവര് എനിക്ക് തോന്നുന്നു നല്ലപോലെ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നമുക്ക് കാണുന്നവർക്ക് ഇതിനെപ്പറ്റി ഓക്കെ, നിങ്ങൾ ഇതൊക്കെ പറയുന്നു, നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോ ഞങ്ങൾ 4 പേരെ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഞങ്ങൾ 4 പേരുടെയും വെബ്സൈറ്റോ ഫോൺ നമ്പറോ വെബ്സൈറ്റോ എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട് അല്ലെ? ആ വെബ്സൈറ്റ് ഇപ്പൊ ഒന്നിന് ഞങ്ങളുടെ ഫേസ്ബുക്കിലുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങൾ ആരെങ്കിലും ഒരാളെ, നിങ്ങൾ ആരുടെ ഫേസ്ബുക്ക് പേജിൽ കൂടെ ആണോ കാണുന്നത് അവരെ റീച്ച് ഔട്ട് ചെയ്യുക, മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കാം. ഞങ്ങളുടെ ഫേസ്ബുക്കിലെല്ലാം ഞങ്ങളുടെ ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും വെബ്സൈറ്റും എല്ലാം. സോ അതിൽ നിങ്ങൾ ഒന്നീ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ മെസ്സഞ്ചറിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ഡെഫിനറ്റ്ലി ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഗൈഡൻസ് ഞങ്ങൾ ആദ്യം തരും. എന്നിട്ട് നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക. മുമ്പോട്ട് പോയാൽ നിങ്ങൾ ഇത് തന്നെത്താൻ കംഫർട്ടബിൾ ആകുന്നിടം വരെ ഫുൾ ഗൈഡൻസ് ഞങ്ങൾ മെന്റർഷിപ്പ് തരുന്നതായിരിക്കും. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഐ ഗെസ് ഓൾമോസ്റ്റ് 25 minutes ആകുന്നു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ജോയിനിങ് മീ. ആൻഡ് ഇതിനകത്തെല്ലാം ചോദിച്ചൊക്കെ ആൻസർ ചെയ്തതിനും വളരെ നന്ദി. സോ ഐ ഗെസ് ഇറ്റ്സ് ടൈം ടു സേ goodbye for now. We will talk to you all later. Thank you. Thank you.